എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. മഴക്കെടുതിയിൽ ഇന്ന് മാത്രം 24 മരണം. മലപ്പുറം പെരിങ്ങാവിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ഒരു കുടുംബത്തിലെ 8 പേർ മരിച്ചു. കൊണ്ടോട്ടിയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ് 3 പേർ മരിച്ചു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. മലപ്പുറം കൊണ്ടോട്ടിയിൽ രാവിലെയാണ് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചത്. കൈതക്കുണ്ട് സ്വദേശി അസീസും ഭാര്യ സുനീറയും ഇവരുടെ 9 വയസ്സ് പ്രായമുള്ള മകൻ ഉബൈദുമാണ് മരിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ മലപ്പുറം വാഴയൂർ പെരുങ്ങാവിൽ ഇരുനില വീടിന് മുകളിൽ മണ്ണിടിഞ്ഞാണ് ഒരു കുടുംബത്തിലെ 8 പേർ മരിച്ചത്. മുഹമ്മദ് അലി, മൂസ ഇല്ലിപ്പറമ്പത്ത്, സഫ്വാൻ, ഇർഫാൻ അലി, മുഷ്ഫിഖ്, ഫയറുന്നിസ, ബഷീർ എന്നിവരാണ് മരിച്ചത്. വീട് പൂർണ്ണമായും തകർന്നു. കനത്ത മഴയ്ക്കിടയിൽ നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ പരിശ്രമിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. ഒരാളെ രക്ഷപ്പെടുത്താനായി. ഇതോടെ മലപ്പുറം ജില്ലയിൽ മാത്രം കാലവർഷക്കെടുതിയിൽ ഇന്ന് മരണപ്പെട്ടവരുടെ എണ്ണം 11ആയി. ജില്ലയിൽ നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ ഇന്ന് 7 ഉരുൾപൊട്ടലുണ്ടായത്. ഗതാഗതവും താറുമാറായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലും നിരവധി സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടി. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകളിൽ മിക്കയിടങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇരിട്ടി, ആറളം എന്നിവിടങ്ങളിൽ ഇന്നും ഉരുൾപൊട്ടലുണ്ടായി. മലബാറിലെ എല്ലാ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, മലപ്പുറം. സംസ്ഥാനത്ത് ഞെട്ടിച്ച അസാധാരണമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 14 ജില്ലകളിലും റെഡ് അലർട്ടാണ്. 35 ഡാമുകൾ തുറന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളം 4 ദിവസത്തേക്ക് അടച്ചു. കൊച്ചിയിൽ ഇറങ്ങേണ്ട വിമാനങ്ങൾ തിരിച്ചുവിട്ടു. ഒപ്പം തെക്കൻ ജില്ലകളിൽ ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടു. പെരിയാർ, ചാലക്കുടി, പമ്പ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഈ നദികളുടെ കരയിലുള്ളവർ അപകടകരമായ അവസ്ഥയിലാണ്. മൂന്നാർ, പള്ളിവാസൽ, ആറ്റുകാട് പ്രദേശത്ത് 450ഓളം വരുന്ന തൊഴിലാളി കുടുംബങ്ങൾ പുറലോകവുമായി ഒരുവിധം ബന്ധവുമില്ലാതെ ഒറ്റപ്പെട്ടു. ആറ്റുകാട് വാട്ടർഫോൾസിന് സമീപത്തുള്ള പാലം മാട്ടുപ്പെട്ടി അണക്കെട്ട് തുറന്നുവിട്ടതോടെ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ പൂർണ്ണമായും തകർന്നു. ഇതോടെ ഇവിടേക്കുള്ള ഗതാഗതവും പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, പ്രദേശവാസികൾക്ക് ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്നതിനുള്ള പോതമേട് വഴിയും ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലിനും പൂർണ്ണമായി ഗതാഗതം നിലച്ചു. ഇതോടെയാണ് പ്രദേശവാസികൾ ഒറ്റപ്പെട്ടിരിക്കുന്നത്. ഇതുകൂടാതെ നൂറുകണക്കിന് വിനോദസഞ്ചാരികളും ഒറ്റപ്പെട്ട നിലയിലാണ്. பாலை உடஞ்சா ஒரு 450 குடும்பம் போயிடும். கேட்டிங்களா? நிறையா சாப்பாடு கூட வழி இல்லாமல் ரொம்ப திண்டாடுவாங்க. വലിയ കഷ്ടം. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പുറത്തേക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥയാണ്. കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. മണ്ണ് നീക്കുന്നതിനും മറ്റുമായി ഇവിടേക്ക് എത്തിച്ചേരുവാൻ കഴിയാത്തത് പ്രതിസന്ധിയാക്കി. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രദേശത്ത് ഒറ്റപ്പെട്ട നിലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ബിനീഷ് ആന്റണിക്കൊപ്പം VS ഹൈദർ അലി, റിപ്പോർട്ടർ, ഇടുക്കി. കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആ വിഷയം തന്നെ എഡിറ്റേഴ്സ് അവറും പരിശോധിക്കുന്നു. VP സജീന്ദ്രൻ MLAയും ഡോക്ടർ S അഭിലാഷും ശ്രീ R ശ്രീധറും വിദഗ്ധരായി ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ സജീന്ദ്രൻ ജനപ്രതിനിധിയായും. അതിനു മുൻപ് ഇപ്പോഴത്തെ ഈ നിമിഷത്തെ നില അറിയാനുണ്ട് ഞങ്ങളുടെ 2 റിപ്പോർട്ടർമാരിൽ നിന്ന്. VS ഹൈദർ അലി, ഇടുക്കിയിൽ നിന്ന്. ഹൈദർ അലി, ഒന്ന്, ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2400 അടുക്കുന്ന സാഹചര്യം. 2, മുല്ലപ്പെരിയാറിൽ 142 അടി പിന്നിട്ടിരിക്കുന്ന സാഹചര്യം. ഇപ്പോഴും മഴയാണ്. നമ്മൾ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്തത് അവിടെ ഉണ്ടായിട്ടുള്ള നെടുങ്കണ്ടത്തുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിലുള്ള 4 മരണമാണ്. 3 വ്യത്യസ്തമായ ഉരുൾപൊട്ടലുകളിൽ ഉണ്ടായിട്ടുള്ള 4 മരണമാണ്. മഴ ഇപ്പോഴും ശക്തിയായ നിലയിൽ തുടരുകയാണോ? ഈ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഇപ്പോഴും ഉയരുന്ന പ്രവണത കാണിക്കുകയാണോ? അഭിലാഷ്, ഇപ്പോഴും മഴ അതിശക്തമായി തുടരുന്നു എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. അത് ജില്ലാ കളക്ടർ പറയുന്ന ഒരു വാക്ക് എടുത്തു പറയേണ്ടതായുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ക്യാമ്പുകളിലേക്കുള്ള പലചരക്ക് വാഹനവുമായി എത്തുന്ന വാഹനങ്ങൾ ഒന്നും ഇടുക്കിയിലേക്ക് പ്രവേശിക്കരുത് എന്നിപ്പോൾ കർശനമായി നിരോധിച്ചുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണം പോലും എത്താത്ത അവസ്ഥയിലേക്ക് ഇടുക്കി എത്തിയിരിക്കുന്നു എന്നാണ് ജില്ലാ കളക്ടർ അവസാനമായി ഇറക്കിയ 10 മിനിറ്റ് മുമ്പ് ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. അതീവ ജാഗ്രതയോടുകൂടിയാണ് ജില്ലാ കളക്ടർ, ജില്ലാ ഭരണകൂടം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ മുല്ലപ്പെരിയാർ ഡാമിൽ 142.2 അടി ആയിരിക്കുന്നു. 142 പരമാവധി സംഭരണ ശേഷിയാണ്. ഇതിൽ നിന്നും 2 അടിയും കൂടി ഉയർന്നതായാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതുപോലെ തന്നെ ഇടുക്കി ഡാമിലും 40ലേക്ക് എത്തുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിശക്തമായ മഴയും നീരൊഴുക്കും വർദ്ധിച്ചിരിക്കുന്നു. ഇടുക്കിയിലെ വിവിധ മേഖലയിൽ ഉരുൾപൊട്ടി അഭിലാഷ് സൂചിപ്പിച്ചത്
പറഞ്ഞതുപോലെ ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് 3 ഇടങ്ങളിൽ ഉരുൾപൊട്ടിയിരിക്കുന്നത്. 3 ഇടങ്ങളിൽ ഉരുൾപൊട്ടി 6 പേര് മരിച്ചിരിക്കുന്നു. 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 പേരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം മഴയുടെ ശക്തി കാരണം തിരച്ചിൽ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പ്രളയമായി മാറിയിരിക്കുന്നു. ഇടുക്കി ജില്ലയിൽ പൂർണ്ണമായി ഒറ്റപ്പെടുന്നു. ഇപ്പോൾ മാട്ടുപ്പെട്ടി ഭാഗത്തേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ പാലം തകർന്നു എന്നാണ് പുതിയ റിപ്പോർട്ട് വരുന്നത്. ഉടുമ്പൽപേട്ട വഴിക്ക് പോകേണ്ട തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഗതാഗതം പൂർണ്ണമായിട്ട് നിരോധിച്ചു. അവിടത്തേക്കുള്ള മറയൂർ വഴി പോകുന്ന പാലം തകർന്നു എന്ന് പുതിയ റിപ്പോർട്ട് വരുന്നു. എന്തായാലും ഇടുക്കി ജില്ലയിൽ മഴ ശക്തമായി പെയ്യുന്ന അവസ്ഥയാണ്. അതിശക്തമായ കാറ്റും നിലവിലുണ്ട്. എന്തായാലും ജില്ലാ കളക്ടറിന്റെ നിർദ്ദേശം ഇപ്രകാരമാണ്: ഒരു വാഹനങ്ങളും ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കരുത്. രാത്രി കാലങ്ങളിൽ ആരും ഇറങ്ങി നടക്കരുതെന്ന് പറയുന്നു. 9 മണി കഴിഞ്ഞാൽ ആരും റോഡരികിൽ കാണരുതെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നു. അതിശക്തമായ മഴയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം. എന്തായാലും ഇടുക്കി ജില്ലയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമല്ല, പൂർണ്ണമായിട്ടും ഏത് മേഖലയിൽ നോക്കിയാലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഗതാഗതം ഇടുക്കി ഒറ്റപ്പെടുന്ന സാഹചര്യമാണുള്ളത് എന്നാണ് VS ഹൈദരലി റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായി ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഇപ്പോഴും ഉയരുന്നു. 2400 അടിയിലേക്ക് ഉയരുന്നു. 2400 അടി ഏതാനും മണിക്കൂറുകൾക്കകം ആകാൻ സാധ്യതയുണ്ട്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നു. തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത് കൂട്ടിയിട്ടുണ്ട് എങ്കിലും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പിൽ കുറവില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇന്നലെ അർദ്ധരാത്രി പിന്നിട്ട നേരത്ത് മുല്ലപ്പെരിയാറിൻ്റെ ഷട്ടറുകൾ തുറക്കാൻ ആരംഭിച്ചിരുന്നു. പക്ഷേ ഷട്ടറുകൾ തുറന്നു വെച്ചിട്ടും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് കുറയുന്നില്ല. ഈ 2 അണക്കെട്ടുകൾ, ഇടുക്കി അണക്കെട്ടിൽ നിന്ന് ഇപ്പോൾ 1200 ക്യുമെക്സ് ജലമാണ് പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. ഇടമലയാറിൽ നിന്ന് 700 ക്യുമെക്സ് ജലം പെരിയാറിലേക്ക് ഒഴുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പെരിയാർ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ വെള്ളപ്പൊക്കത്തിന് പെരിയാർ സാക്ഷ്യം വഹിക്കുകയാണ്. പെരിയാറിൻ്റെ തീരവാസികൾ ദുരിതത്തിലാണ്. അത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത് എറണാകുളം ജില്ലയാണ്, വിശേഷിച്ച് പറവൂർ മേഖലയെ. പറവൂരിൽ അക്ഷരാർത്ഥത്തിൽ പ്രളയമാണ്. ഒപ്പം പെരുമ്പാവൂർ മേഖലയെയും കാലടി മേഖലയെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. ഇത്രയധികം വെള്ളം പെരിയാറിലൂടെ കുതിച്ചൊഴുകി വരുന്ന സാഹചര്യം. ഞങ്ങളുടെ പ്രതിനിധി പ്രജീഷുണ്ട്. പ്രജീഷ്, ആലുവ പുഴയിൽ ഇപ്പോഴും ജലനിരപ്പ് ഉയരുകയാണോ? നേരത്തെ ആലുവ പുഴ കരകവിഞ്ഞു എന്ന് മാത്രമല്ല, മാർത്താണ്ഡവർമ്മ പാലത്തിൻ്റെ ഒപ്പം എത്തുന്നു എന്ന് റിപ്പോർട്ട് പോലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ജലനിരപ്പ് കുറയാനുള്ള പ്രവണത കാണിക്കുന്നുണ്ടോ? ഈ രാത്രിയിലും മഴ ഇതുപോലെ തുടർന്നാൽ കാര്യങ്ങൾ ആശങ്കാജനകമായി മാറുമോ? കൂടുതൽ ആശങ്കാജനകമായി മാറുമോ? അഭിലാഷ്, കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ പെരിയാറിലേക്കുള്ള വെള്ളത്തിൻ്റെ വരവ് കുറഞ്ഞിട്ടുമില്ല. ഇത്തരം സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെയും കനത്ത മഴ ഇവിടെ തുടരുന്നുമുണ്ട്. ഇപ്പോൾ പെരിയാറിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് കൂടുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലയിൽ 205 ക്യാമ്പുകളിലായി 10407 കുടുംബങ്ങളിൽ നിന്നുള്ള 32,153 പേരെ ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകളെ പറവൂർ താലൂക്കിലെ ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 18,967 ആളുകളെ 85 ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും താഴെ പ്രദേശത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ഇപ്പോൾ വെള്ളം കയറുന്നൊരവസ്ഥയുണ്ട്. അവിടെ നിന്നും ആളുകളെ മറ്റു ഉയർന്ന മേഖലകളിലേക്കുള്ള ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജില്ലാ ഭരണകൂടവും അതുപോലെ പോലീസ്, മറ്റ് സേനാ വിഭാഗങ്ങൾ എല്ലാവരും തന്നെ, നാവികസേന, ഫോഴ്സ്, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം പെരിയാർ നിന്നുള്ള വെള്ളം ഇപ്പോൾ കരകവിഞ്ഞ് ഏതാണ്ട് ആലുവ നഗരം പകുതിയോടെ മുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. ഈ മഴ ഇനിയും തുടരുന്നൊരു സാഹചര്യമാണെങ്കിൽ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ആലുവ നഗരവും എറണാകുളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാവാനുള്ള സാധ്യതയാണ്. പെരിയാറിൻ്റെ തീരത്ത് കാലടി മുതൽ ആലുവ വരെയുള്ള മേഖലകളിൽ, പറവൂർ വരെയുള്ള മേഖലകളിൽ ഇപ്പോൾ വെള്ളം കയറുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇടുക്കി, ഇടമലയാർ, മുല്ലപ്പെരിയാർ എന്നിവിടെ നിന്നുള്ള വെള്ളത്തിൻ്റെ അളവിൽ ഇതുവരെയും കുറവുണ്ടായിട്ടില്ല. അതുപോലെ കമ്പനിപ്പടി ആലുവ ഹൈവേയിൽ ഇപ്പോൾ ഗതാഗതത്തിന് ചെറിയ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാബുകളിലേക്ക് ആളുകളെ മാറ്റാനുള്ള ചില സാങ്കേതിക തടസ്സങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും പ്രതീക്ഷ, ഇത് പെരിയാറിൻ്റെ അവസ്ഥയാണ്. പെരിയാറിൻ്റെ കരകളിലുള്ളവർ ഏറ്റവും അവസാന ഘട്ടങ്ങളിൽ ആ നദിയുടെ കടലിലേക്ക് ചേരുന്ന ഭാഗത്താണ് ഏറ്റവും അധികം പ്രശ്നമുള്ളത്. VD സതീശൻ MLA, ശ്രീ VD സതീശൻ, പറവൂരിലാണ് എറണാകുളം ജില്ലയിൽ ഏറ്റവും അധികം ഈ പ്രളയജലം ബാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് അവസ്ഥ? എത്ര പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്? അതെ, ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ 40-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളായി. ഒരു 13,000-14,000 പേരെയോളം ഇവാക്യുവേറ്റ് ചെയ്ത് റിലീഫ് ക്യാമ്പുകളിലാണ് എല്ലാവരും. എല്ലാ കാര്യങ്ങളും നിയന്ത്രണാധീനമാണ്. കാരണം എവിടെയാണ് വെള്ളം പോകുന്നത് എന്ന് അറിഞ്ഞാൽ 10-15 മിനിറ്റിനകം അവിടെ എത്തി അവരെ മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്ത് റിലീഫ് ക്യാമ്പുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം അത് രാത്രിയും പകലും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 12 മണി മുതൽ
അപ്പൊ എവിടെയാണ് അപ്പൊ എല്ലാം പുതിയതായിട്ടുള്ള റിലീഫ് ക്യാമ്പുകളെല്ലാം ഞങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അഡീഷണൽ ആയിട്ട് 10 റിലീഫ് ക്യാമ്പുകൾ കൂടി ഇന്ന് രാത്രി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും എത്ര ആളുകളെ വേണമെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്, മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഡാം തുറന്നു വിട്ടതിലെ വെള്ളം പുഴകൾ കര കവിഞ്ഞു വരുന്നതിന്റെ പ്രശ്നം. രണ്ടാമത് ഈ മഴ പെയ്യുന്നതിന്റെ വെള്ളം. ഇത് രണ്ടും ചേർന്നതൊരു വല്ലാത്ത സ്ഥിതിയാണ്. മാത്രമല്ല ഇത് ഈ വെള്ളം ചെന്ന് കടലിൽ ചെന്ന് ചേരുന്ന തേയിലുണ്ടായതുകൊണ്ട് ഈ ഹൈടൈഡ് വരുമ്പോൾ, വേലിയേറ്റം വരുമ്പോൾ ആ വെള്ളം കടലിലേക്ക് ഇറങ്ങുന്നില്ല, കടലിൽ സ്വീകരിക്കുന്നില്ല. അത് ഇന്ന് കിഴക്കോട്ട് വീണ്ടും തന്നെയാണ്. അപ്പൊ ആദ്യം കിടക്കുന്ന ഭാഗം എന്നുള്ള നിലയിൽ പുറകോട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആരും ഒരു ഭയക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. പക്ഷെ വെള്ളം ഉയരുന്നുണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് എല്ലാ പ്രദേശത്തും ഒരു ചെറിയ അത്യാഹിതം പോലും, ഒരു ചെറിയ ഇൻസിഡന്റ് പോലും ഉണ്ടാകാത്ത തരത്തിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ പട്ടാളം നമുക്കിവിടെ ഉണ്ട്, നമുക്ക് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് സംവിധാനമുണ്ട്, ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. കഴിഞ്ഞ 10-20 മണിക്കൂറായി തുടർച്ചയായി രാത്രി 12 മണി മുതൽ തുടർച്ചയായി ഒരാളും വിശ്രമമില്ലാതെ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീടുകൾ വലിയ തോതിൽ ഈ പ്രളയജലത്താൽ ബാധിക്കപ്പെട്ടിട്ടുണ്ടോ? 14,000 പേർ ക്യാമ്പുകളിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അവരുടെ വീടുകളിൽ നല്ല നിലയ്ക്ക് വെള്ളം കയറിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം കയറിയിട്ട് വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടാണ്. മാത്രമല്ല കഴിഞ്ഞ 5 ദിവസം മുമ്പുണ്ടായിരുന്ന പ്രളയത്തിൽ അവർക്ക് കാര്യമായി നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രാവശ്യം അതല്ല. വീടുകളിൽ ഒന്നും എടുക്കാൻ പറ്റാതെയാണ് പലരും പോയിട്ടുള്ളത്. വീടുകളിലുള്ള കാര്യങ്ങൾ അവർക്ക് സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ വീട്ടിലുള്ള ചെറിയ TV സംവിധാനം ഇതൊക്കെ പോയി. സ്റ്റൗ എല്ലാം പോയി. എല്ലാ കാലത്തും അടുക്കളയിലുള്ള പാത്രങ്ങൾ വരെ ഒഴുകിപ്പോയി, വസ്ത്രങ്ങൾ വരെ ഒഴുകിപ്പോയി. പരിതാപകരമായ അവസ്ഥയാണ് ഓരോ കുടുംബങ്ങളുടെ. പക്ഷെ നമ്മൾ അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് നഷ്ടപ്പെട്ട നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മൾ കഴിയുകയാണ്. എല്ലാ ക്യാമ്പുകളിലും ആവശ്യമായ സജ്ജീകരണം ഉണ്ട്. മാത്രമല്ല ഇലക്ട്രിസിറ്റി ഇല്ല പല പ്രദേശത്തും. കാരണം അതിന് എന്തോ പവർ സപ്ലൈക്ക് തകരാറുണ്ട്. ഞങ്ങളത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ക്യാമ്പുകളിലും ജനറേറ്റർ വെച്ചിട്ടുണ്ട്. എല്ലാ ക്യാമ്പുകളിലും ജനറേറ്റർ വെച്ചിട്ടുണ്ട്. തീർച്ചയായും എനിക്ക് മനസ്സിലാവും ആ കാര്യം. താങ്കൾ ദുരിതാശ്വാസ പ്രവർത്തനം തുടരുക. പറവൂരാണ് ഏറ്റവും അധികം ബാധിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീ VP സജീന്ദ്രൻ കുന്നത്തുനാട് MLA തത്സമയം. ശ്രീ സജീന്ദ്രൻ, എറണാകുളം ജില്ലയിൽ മാത്രം ഇതാ ഇപ്പോൾ 32,000 ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വ്യാപ്തി. ഒരു മനുഷ്യായുസിൽ നമ്മളാരും കണ്ടിട്ടില്ലാത്ത വലിയ പ്രകൃതി ദുരന്തവും വലിയ പ്രളയവുമാണ് ഇത്. ഇനിയും ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വരുന്ന സാഹചര്യമാണോ? ഒപ്പം ഇവരുടെയൊക്കെ ജീവിതം പുനർനിർമ്മിക്കുക എന്നുള്ളത് ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് വരുന്ന ഒരു വർഷത്തേക്ക് തന്നെയുള്ള ഒരു വലിയ ടാസ്കായി മാറില്ലേ? തീർച്ചയായും ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്താൽ പോലും ഒത്തിരി കടമ്പകൾ കടക്കേണ്ടതായി വരും. കാരണം ഓരോ മീറ്റിങ്ങുകൾ കൂടുമ്പോഴും മന്ത്രിമാരടക്കമുള്ള ആളുകൾ എന്ത് വന്നാലും അതിനെല്ലാം നേരിടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്കിപ്പോഴും വളരെ ആശങ്കയുണ്ട്. ഈ വെള്ളപ്പൊക്കം ഇപ്പോഴുള്ളത് ഇല്ലാതായി കഴിയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുമോ എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾക്കെല്ലാം ആശങ്കയുണ്ട്. ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കെല്ലാം ഈ ശ്രീ VD സതീശനടക്കം അതുപോലുള്ള MLA-മാർ ഞാനടക്കമുള്ള ആളുകൾ ഞങ്ങളുടെ മേഖലകളിൽ കാര്യക്ഷമമായി നോക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്ന ആളുകൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ അത് പിന്നീട് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായ ഇടപെടലാണ്. ഇപ്പോൾ കലക്ടർക്ക് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾക്കായി കലക്ടർക്ക് അടിയന്തരമായി പണം അനുവദിച്ചെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നാമമാത്രമായ ഒരു തുകയാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വെറും നിസ്സാരമായൊരു തുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തുള്ള ഈ ദുരന്തം കാണുമ്പോൾ കാണാൻ കഴിയും. കാരണം ഈ വെള്ളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വെള്ളം ഇറങ്ങിപ്പോകും ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 3-4 ദിവസങ്ങൾക്കുള്ളിൽ എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഈ ജനങ്ങളെ പുനരധിവസിപ്പിക്കുവാനും അവരുടെ കുടിവെള്ളം അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവർക്ക് വീട്ടിൽ നാശനഷ്ടം ഉണ്ടായത് അവയൊക്കെ പരിഹരിക്കുവാനും നല്ലൊരു തുക ചെലവഴിക്കേണ്ടതായി വരും. അത് കൃത്യമായി അവരുടെ കൈകളിലെത്തുവാൻ ജില്ലാ ഭരണകൂടം അടക്കമുള്ള സംവിധാനങ്ങൾ ക്രിയാത്മകമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ദുരന്തമൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓഫറുകളൊക്കെ പിന്നീട് ബന്ധപ്പെട്ട ആളുകൾ മറക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് വെള്ളപ്പൊക്കക്കെടുതിയിൽ
പരിസര ഈ പെരിയാറിൻ്റെ തീരത്തു താമസിക്കുന്ന ആളുകൾ ആണെന്നുള്ളത് വസ്തുതയാണെങ്കിലും ഈ സാധാരണക്കാരായ കർഷകർ ഇതിൻ്റെ ദുരിതം അനുഭവിക്കാൻ പോവുകയാണ്. കാരണം അവരുടെ കൃഷി മുഴുവൻ നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ ഒരു വർഷത്തെ അവരുടെ കഠിനാധ്വാനം ലോൺ എടുത്തും കടം വാങ്ങിച്ചും കൃഷി ചെയ്തിരുന്നത് മുഴുവൻ നശിച്ചിരിക്കുകയാണ്. ഓണത്തിന് വെട്ടേണ്ടിയിരുന്ന വാഴകൾ മുഴുവൻ വെള്ളത്തിനടിയിലായി പോയി ഒരു വാഴക്കൊല പോലും വെട്ടിയെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കപ്പ കൃഷി ചെയ്തവരുടെ കപ്പ മുഴുവൻ വെള്ളത്തിനടിയിൽ ആയി. ഇനി അത് പറിച്ചെടുത്താൽ അത് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ കപ്പ കൃഷി നശിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ കൃഷിയും ഇന്നിപ്പോൾ വർഷാവർഷം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ വിളവെടുക്കേണ്ട ഓരോ കൃഷിയും ഇന്ന് കർഷകർക്ക് അത് വിളവെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് നശിച്ചു പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ധാരാളം മാനങ്ങളുണ്ട്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഡോക്ടർ എസ് അഭിലാഷ്, ഈ മഴ ഇങ്ങനെ തുടർന്നാൽ നമ്മളെ സംബന്ധിച്ച് എങ്ങനെ പിടിച്ചു നിൽക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ മണിക്കൂറുകളായി രക്ഷാപ്രവർത്തന ദൗത്യത്തിലുള്ള നമ്മുടെ ബ്യൂറോക്രാറ്റുകളും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ ചോദിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് പരമാവധി പൊരുതുന്നുണ്ട് എങ്കിൽ പോലും മനസ്സിൻ്റെ അടിത്തട്ടിലെങ്കിലും നിസ്സഹായാവസ്ഥയുടെ ഒരു അംശമുണ്ട്. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം എങ്ങനെ ഈ ആളുകളെ പുനരധിവസിപ്പിക്കാൻ കഴിയും, എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മഴ 1-2 ദിവസം കൊണ്ട് ശമിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കുറയാനോ ഉള്ള സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ മഴ ഇന്നും നാളെയുമായിട്ട് തുടർന്നുകൊണ്ട് ഒരു വെള്ളിയാഴ്ച ശനിയാഴ്ചയോടുകൂടി ശക്തി അല്പം കുറയുന്ന രീതിയിലുള്ള പ്രവചനങ്ങളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ 18-ാം തീയതി ശേഷം ഒരാഴ്ചക്കാലം നമുക്ക് മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യവും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ആ ദിവസങ്ങളാണ് ഇന്നും നാളെയും ഉള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പേ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ നിന്ന് എങ്ങനെ ഫേസ് 2 കടക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്. അന്നും നമ്മൾ പറഞ്ഞത് വെയിറ്റ് ചെയ്ത് അത് ഈ 2 ദിവസം പ്രതീക്ഷിക്കുന്ന മഴയും കൂടി അഭിമുഖീകരിച്ചിട്ട് പോകണമെന്നുള്ള രീതിയിലാണ്. അത് പ്രത്യേകിച്ചും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ പ്രകാരമാണ് അന്ന് നമ്മളത് സൂചിപ്പിച്ചത്. അത് ഒരുപക്ഷെ അത് യാഥാർത്ഥ്യമായി വന്നു ചേർന്നു. ഇനിയും നമ്മൾ ഒരു 2 ദിവസം കൂടി ഇതേ മുൻകരുതലോടുകൂടി ഇതേ സജ്ജീകരണങ്ങളിലെ ഇതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു വലിയ ആഘാതത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റുകയുള്ളൂ. കാരണം ഇതിപ്പോൾ നമ്മൾ ഇൻ ദി മിഡിൽ ഓഫ് ക്രൈസിസ് ആണ്. നമ്മൾ ക്രൈസിസ് കഴിഞ്ഞിട്ടില്ല. അത് പ്രത്യേകിച്ച് മൺസൂൺ കാലം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2.5 മാസമേ പിന്നിട്ടിട്ടുള്ളൂ. ഇനി ഒരു 1.5 മാസം മൺസൂൺ കാലം കിടക്കുമാണ് അങ്ങോട്ട്. അതോടൊപ്പം തന്നെ നമ്മളെ കാത്തിരിക്കുന്നത് വലിയൊരു തുലാവർഷ കാലവുമാണ്. അപ്പം തുലാവർഷ കാലത്തിലും നമുക്ക് പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറും മറ്റേ ഇടുക്കി ഡാമും ഒക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തുറന്നത് തുലാവർഷ കാലഘട്ടത്തിലാണ്. അപ്പം തുലാവർഷവും നമ്മളെ കരുതിയിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് മുന്നിലുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിന് മുന്നിൽ ഈ വർഷമുള്ളത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യമാണ്. ഈ തുലാവർഷം കഴിയുന്നത് വരെ ഈ പറഞ്ഞ പോലെ ഈ ഏറിയും കുറഞ്ഞും വല്ലപ്പോഴും വരുന്ന രീതിയിലുള്ള ഇത്തരം പ്രതിഭാസങ്ങളെ നമ്മൾ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിൽ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 150 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഇടുക്കിയിലും പാലക്കാട്ടും അതുപോലെ തന്നെ കോട്ടയത്തും നമ്മുടെ കോഴിക്കോടും ഒക്കെ കിട്ടിയിരിക്കുന്ന മഴ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഇടുക്കിയിലും പാലക്കാട്ടും കിട്ടിയ മഴയുടെ ഒരു തോതെന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയും അല്ലെങ്കിൽ ഈ ജൂലൈ ലാസ്റ്റ് വരെ നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് മൺസൂണിന്റെ സ്വാഭാവികമായ ഒരു പാറ്റേണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയായിരുന്നു. പക്ഷേ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇപ്പോൾ 70%, അതായത് ഇന്നത്തെ മഴയും കൂടി ഇന്നലെ വരെയുള്ള 15-ാം തീയതി വരെ, അതായത് ഇന്നലെ വരെ നമുക്ക് ലഭിച്ച മഴയുടെ കണക്കനുസരിച്ച് 70% മഴ കൂടുതൽ ലഭിച്ചത്. ഒരുപക്ഷെ ഇന്നത്തെ മഴയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് 75-80% പോകും. എന്ന് പറഞ്ഞാൽ അടുത്ത 1.5 മാസം വീണ്ടും മൺസൂൺ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇടുക്കിയെയും പാലക്കാടിനെയും സംബന്ധിച്ച് ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനോട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 34
അണക്കെട്ടുകൾ ഒരേപോലെ നിറഞ്ഞു കവിയുന്ന ഒരവസ്ഥ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആരുടെയും ഈ അണക്കെട്ടുകളൊക്കെ മാനേജ് ചെയ്യുന്നവരാരും ഇങ്ങനെയൊരു ദുഷ്കരമായ അവസ്ഥ അഭിമുഖീകരിച്ചിട്ടുണ്ടാവുകയില്ല. ഒരുപക്ഷെ 2013-ലും 2007-ലും അതുപോലെ തന്നെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രളയമായിട്ട് പറയുന്ന 1999-ലെ പ്രളയം, 1924 ആ അവസരങ്ങളിൽ പോലും മൺസൂൺ മഴയുടെ കണക്കെന്ന് പറയുന്നത് ഏകദേശം 340 സെന്റിമീറ്റർ മഴയാണ് നമുക്കന്ന് മൺസൂൺ സമയത്ത് ലഭിച്ചത്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇടുക്കിയിൽ മാത്രം ഒരു 300 സെന്റിമീറ്റർ കൂടുതൽ, 310 സെന്റിമീറ്ററിനടുത്ത് മഴ ലഭിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഇടുക്കിയും പാലക്കാടും ഈ വർഷം സർവകാല റെക്കോർഡുകളും ഭേദിക്കുന്ന തലത്തിലേക്കാണ് മഴയുടെ പോക്ക്. റൈറ്റ്, അതാണ് ശ്രീധർ. നോക്കൂ, 1924-ലെ പ്രളയത്തെ, അതായത് നമ്മൾ 99-ലെ പ്രളയമെന്ന് വിളിക്കുന്ന പ്രളയത്തെക്കാളും വലിയ ഭീഷണമായൊരു സാഹചര്യത്തെ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പകച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, ഇവിടുത്തെ സംവിധാനങ്ങളെക്കുറിച്ച് കൊണ്ട് പറ്റില്ല. പക്ഷേ ഇത് തികച്ചും അനിതര സാധാരണമായിട്ടുള്ള ഒരു പ്രതിഭാസമാണല്ലോ. ഇതിനെ എങ്ങനെ മറികടക്കും എന്ന് താങ്കൾ കരുതുന്നു? അല്ല, അതിൽ വളരെ ലളിതമാണ്. ഇപ്പോൾ മറികടക്കുക എന്ന് പറയുന്നത് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മറികടക്കുക എന്ന് പറയുന്നതിനകത്ത് ഒന്നുമില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. വളരെ ചടുലമായിട്ട് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ഗവൺമെൻറ് മിഷണറീസ് ആയാലും പലപ്പോഴും പലയിടത്തും കളക്ടേഴ്സൊക്കെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും നമ്മുടെ മിലിറ്ററിയും പോലീസും എല്ലാ തരത്തിലുള്ള ഏജൻസീസും വളരെ ചടുലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങളും അതിനൊത്ത് ഉയരാൻ ശ്രമിക്കുന്നുണ്ട് നല്ലപോലെ. ഇപ്പോൾ പലയിടത്തും ഇപ്പോൾ ഇതൊന്നും ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും സിറ്റികളിലൊക്കെ ആയിട്ട് ഇതിനെ കളക്ട് ചെയ്ത് മെറ്റീരിയൽസ് ആയിട്ട് അവർക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കണമെന്ന് വെച്ചാൽ അതെല്ലാം നടക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് അത് നല്ല ഒരു ഏകോപനം ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് നമുക്ക് ഗവൺമെൻറ്റിനോട് നമ്മൾ അനുമോദിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് വേറൊരു വലിയൊരു മാനമുണ്ട്. ഈ രണ്ടാമത്തെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇനി ഇത് സംഭവിക്കാം. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തുലാവർഷത്തിൽ സംഭവിക്കാം, അടുത്ത വർഷം സംഭവിക്കാം, ഇനി അങ്ങോട്ട്. അപ്പോൾ ഇത് നമ്മൾ 1924 പറയുന്നു, 1999 പറയുന്നു, നമ്മൾ അതിനൊക്കെ അപ്പുറത്തൊരു കാര്യം നമ്മൾ കാണുകയാണെങ്കിൽ ഇനി ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. അത് ഫ്ലഡ് ലൈൻസിൻ്റെ കാര്യമായാലും കൊള്ളാം, നമുക്കുണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡ്സ് ആയാലും കൊള്ളാം, കൊണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലുകളായാലും കൊള്ളാം. ഇത് നമുക്ക് റെഫറൻസ് പോയിന്റ് ആണെങ്കിൽ ഇനി ഒരു തിരിഞ്ഞു നോട്ടം നമുക്ക് ആവശ്യമാണ്. കാരണം ഇതിലേക്ക് എത്തിയിട്ടുള്ള പലതരം കാരണങ്ങളുണ്ട്. അതിൽ ലാൻഡ്സ്കേപ്പ് മാനേജ്മെൻറ്റ് തൊട്ട് ചെറിയ തോതിലും മാക്രോ ലെവലിലും ലാൻഡ്സ്കേപ്പ് മാനേജ്മെൻറ്റ് തൊട്ട് ഹൈഡ്രോളജി, വാട്ടറിൻ്റെ മാനേജ്മെൻറ്റ്. നമുക്കിപ്പോൾ ഫ്ലഡ് വരുന്നു അല്ലെങ്കിൽ മഴ പെയ്യുന്നു, മഴയെ വരെ കേരളം എന്ന് പറഞ്ഞാൽ മഴയാണ്, കേരളം എന്ന് പറഞ്ഞാൽ ജലമാണ്. ഈ ജലം വരെ മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് വളരെ അതിശയം തോന്നുന്നൊരു കാര്യമാണ്. നമുക്ക് ഇഷ്ടം പോലെയാണ് എഞ്ചിനീയേഴ്സ് ഉള്ളത്. എത്ര ഹൈഡ്രോളജിസ്റ്റുകളുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. നമ്മളുടെ ജിയോളജിസ്റ്റുകളും നമ്മളുടെ തീർച്ചയായും ഞാൻ ആ പോയിന്റിലേക്ക് എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാമെന്നുള്ള പോയിന്റിലേക്ക് മടങ്ങിയെത്താം. CK ശശീന്ദ്രൻ MLA ടെലിഫോൺ ലൈനിൽ. ശ്രീ CK ശശീന്ദ്രൻ, വയനാട് ഒരു പക്ഷേ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. അവിടെ നിന്നുള്ള വാർത്തകൾ ഹൃദയഭേദകമാണ്. ഇപ്പോൾ അവിടേക്ക് പുറത്തുനിന്ന് ദുരിതാശ്വാസ സാമഗ്രികൾ കൊണ്ടുവരാൻ തന്നെ ഈ ചുരങ്ങളിൽ മണ്ണിടിഞ്ഞതുകൊണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് കേൾക്കുന്നു. അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത്? ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയാനുള്ള സാഹചര്യമുണ്ടോ? പറഞ്ഞോളൂ. ശ്രീ CK ശശീന്ദ്രൻ അങ്ങയോടാണ്. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ കട്ടായിരിക്കുകയാണ്. അദ്ദേഹം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെയും മഴയുടെയും നടുക്ക് നിൽക്കുകയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളുണ്ടാകും. അദ്ദേഹത്തിന് ടെലിഫോണിൽ കിട്ടിയാൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. ശ്രീ സജീന്ദ്രൻ, നമ്മളെ സംബന്ധിച്ച് ഇതിനെ നേരിടുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. ഇത് പൂർണ്ണമായും കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന, ഏകോപിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് നമ്മൾ. ഇപ്പോൾ ഊണും ഉറക്കവുമില്ലാതെ 24 മണിക്കൂറും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഉദ്യോഗസ്ഥരും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ജനങ്ങൾ ഒരു പരിധിവരെ അതിനോട് സഹകരിക്കുന്നുമുണ്ട്. മഴ ഇതേപോലെ തുടർന്നാൽ നമുക്ക് ഈ പെരിയാറിൻ്റെ തീരത്തുള്ള അവസ്ഥ ആലോചിക്കാൻ കഴിയുന്നതിലും അപ്പുറമാകും. മുൻപ് വെള്ളം കയറിയിട്ടില്ലാത്ത ഇടങ്ങളിൽ വെള്ളം കയറിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോലും വെള്ളം എത്തുന്ന സാഹചര്യമുണ്ട്. പെരിയാറിൻ്റെ കൈവഴികളും കൈത്തോടുകളും ഒക്കെ നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയായിരിക്കും, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു രാത്രിയെ കാണുന്നത്? ഈ രാത്രി വളരെ നിർണായകമാണല്ലോ.
ഇല്ല, മഴ തുടർന്നു പോയി കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളുമായി ഇപ്പോൾ വെള്ളം കയറാത്ത സ്ഥലത്തൂടെ കയറാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ പോലും ഇന്ന് കയറിയ വെള്ളം ഒരു ഇഞ്ച് പോലും താഴേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടേക്ക് വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും മഴ തുടർന്നുകൊണ്ടിരുന്നാൽ നീരൊഴുക്കുണ്ടാകും, ഉറവയുണ്ടാകും. അപ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ വെള്ളം ഒടുമ്പോൾ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കൂടുതൽ ജനങ്ങൾ ക്യാമ്പുകളിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. കൂടുതൽ റോഡുകൾ എല്ലാം നാശത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇന്നും നാളെയുമായിട്ട് മഴ അവസാനിക്കും, പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഇപ്പോൾ ഡാമുകൾ എല്ലാം തുറന്നു, പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രമാത്രം ദുരിതം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു പിടിവാശിയും അവരുടെ ഒരു കണക്കുകൂട്ടലുമാണ് ഇതിപ്പോൾ ഇത്രമാത്രം സ്ഥിതിയിലേക്ക് എത്തിയത്. കാരണം ഇടമലയാറിൽ നിന്നും ഒരു മാസത്തിന് മുമ്പ് ഡാം ഏകദേശം നിറഞ്ഞ് കവിയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ അത് തുറന്നു വിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. കാരണം ഇടമലയാറിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഈ ഡാമിൽ വെള്ളം ശേഖരിച്ചു വെച്ച് വൈദ്യുതി ഇടുക്കി ഡാമിലൊക്കെ ശേഖരിച്ചു വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള ഒരു ബോർഡിൻ്റെ ഒരു മുൻവിധിയാണ് ഇപ്പോൾ. അല്ലെങ്കിൽ ഇടമലയാറിൽ നിന്നും വെള്ളം തുറന്നു വിട്ടിട്ട് ഇടുക്കി ഡാമിൽ നിന്നും വീണ്ടും തുറന്നു വിട്ട് ഇടമലയാറിൽ ശേഖരിച്ചു വെക്കാം. അങ്ങനെ ഘട്ടം ഘട്ടമായി ഒരു മാസം കൊണ്ട് കുറേശ്ശെയായി വെള്ളം തുറന്നു വിടാമായിരുന്നു. ഇടുക്കി ഡാമിൽ വെള്ളം ശേഖരിച്ച് വെച്ച് അത് ഇലക്ട്രിസിറ്റിയാക്കി മാറ്റാൻ ബോർഡ് സ്വാഭാവികമായും ആഗ്രഹിക്കും. അതിൽ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ പ്ലാൻഡായിട്ട് മുൻവിധിയോടുകൂടി കാണേണ്ടതായിരുന്നു. വലിയൊരു ദുരന്തം ഉണ്ടാകും. കാരണം എത്രമാത്രം മഴ നിൽക്കും എന്നുള്ളത് ഇത് വന്നപ്പോൾ എന്തായാലും ഇതിനെ ഒറ്റക്കെട്ടായി നേരിട്ടേ മതിയാവും. പക്ഷേ ഇനി ഈ ദുരന്തത്തിന് ശേഷം ഗവൺമെൻറ് എടുക്കുന്ന നടപടികളിലൂടെയാണ്. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട്, ബന്ധപ്പെട്ട മന്ത്രിമാർ ഉറപ്പ് നൽകുന്നുണ്ട്. ആ ഉറപ്പ് എത്രമാത്രം പാലിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇതിനെ അതിജീവിക്കുവാൻ കേരളത്തിലെ ഈ ദുരന്തത്തിന് കഴിയുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഒന്നും നോക്കാതെ എല്ലാവരും ഈ ദുരന്തത്തിൻ്റെ പിന്നാലെ ഈ ദുരന്തത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടൊപ്പം പ്രതിപക്ഷ നേതാവ് യോജിച്ച് നിന്നുകൊണ്ട് തീർച്ചയായും ഞാൻ ഒരു സെക്കൻഡ് ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ CK ശശീന്ദ്രൻ, എനിക്ക് വയനാട്ടിലെ കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. അങ്ങേക്ക് കേൾക്കാമോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? അങ്ങോട്ട് ഉള്ള യാത്ര തന്നെ അസാധ്യമാകുന്ന വിധത്തിലാണ് കാര്യങ്ങളെന്നാണ് വാർത്തകൾ. സമാനതമില്ലാത്ത ഒരു ദുരന്തമാണ് വയനാട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വ്യാപകമായ വെള്ളപ്പൊക്കം, അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ, രണ്ടും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ മഴ ശക്തമായി, ഇന്ന് പകല് കുറച്ച് കുറവാണെങ്കിൽ ഇപ്പോൾ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ബാണാസുര സാഗർ തുറന്നുവിട്ടിരിക്കുകയാണ്. നാളെ കാരാപ്പുഴ ഡാമും തുറക്കുമെന്ന് അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കത്തിന്റെയും മഴക്കെടുതിയും വ്യാപകമായിട്ടുണ്ടായിരിക്കുകയാണ്. 16,000-ഓളം പേർ ഇപ്പോൾ ക്യാമ്പുകളാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പിൽ കഴിയുന്നവർക്ക് പുറമെ ഔദ്യോഗികമായി ക്യാമ്പിലാണെങ്കിലും ബന്ധു വീട്ടിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും മാറ്റി താമസിക്കുന്നവരുടെ എണ്ണവും ആയിരക്കണക്കിന് വരും. ആ രീതിയിൽ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി വീടുകൾ തകർന്നുപോയി. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്ന് അറിയില്ല പലർക്കും. വീട് തകർന്നില്ലെങ്കിലും താമസയോഗ്യമല്ലാത്ത അവസ്ഥയാണുള്ളത്. കന്നുകാലികൾ, വയനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ ജില്ലയാണ്. പക്ഷെ കന്നുകാലികൾ, പശുക്കളെല്ലാം ഒഴിച്ചുപോയി. അതിനൊന്നും മനുഷ്യജീവൻ സംരക്ഷിക്കാനാണ് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇങ്ങനെയുള്ള വലിയ പ്രയാസങ്ങൾ, റോഡുകളുടെ തകർച്ചയുണ്ട്, പുഴ ഗതിമാറി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് റോഡുകളും പാലങ്ങളും തകർന്നു പോയിട്ടുണ്ട്. വയനാട്ടിലേക്ക് വരാനുള്ള ചുരം ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ആവുകയാണ്. പുനഃസ്ഥാപിക്കുന്നുണ്ട് ഗതാഗതം. ഈ രീതിയിൽ വലിയ ദുരന്തം. ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ ചുരങ്ങൾ വഴിയുള്ളവ? പലരും പറയുന്നത്, പല ദുരിതാശ്വാസ പ്രവർത്തകരും പറയുന്നത് അവർ സാമഗ്രികളുമായി വയനാട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള 16,000 ആളുകൾക്ക് എല്ലാ തരത്തിലും വസ്ത്രം, ഭക്ഷണം തുടങ്ങിയ സംവിധാനങ്ങൾ, സൗകര്യങ്ങളൊക്കെ കൃത്യമാണോ? ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു വരുന്നുണ്ട്. വാഹനങ്ങൾ പൂർണ്ണമായി ഒറ്റപ്പെട്ടു പോയിട്ടില്ല. ക്യാമ്പ് ഗവൺമെന്റ് നല്ലപോലെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണം, വസ്ത്രങ്ങൾ എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പായ, പുതപ്പ് തുടങ്ങിയുള്ള എല്ലാ സൗകര്യങ്ങളും, ജനറേറ്റർ ഉപയോഗിച്ചുള്ള വൈദ്യുതി ബന്ധം, തീരെ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ മറ്റു സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട്.
ക്യാമ്പുകൾ വളരെ സജീവമാണ്. ക്യാമ്പുകളകത്ത് ഇപ്പൊ വലിയ പ്രയാസങ്ങളും കാര്യങ്ങളും ആർക്കും ഇല്ല. ഒപ്പം ഈ ആദിവാസി മേഖലകളിലും തോട്ടം തൊഴിലാളി മേഖലകളിലും ഒക്കെ ക്യാമ്പുകളിലേക്ക് വരാത്ത എന്നാൽ അതേസമയം ദുരിതം അനുഭവിക്കുന്ന, ഒറ്റപ്പെട്ടു പോവുകയോ പണിയില്ലാത്തത് കാരണം ഭക്ഷണം കഴിക്കാൻ ഉള്ള വകയില്ലാത്തവരായിട്ടുള്ള ആളുകളും ഉണ്ടാകുമല്ലോ, ക്യാമ്പിലല്ലാത്തവർ. അപ്പോൾ അവരെ കൂടി സഹായിക്കാനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ? തീർച്ചയായിട്ടും രാജമാണിക്യത്തെ സ്പെഷ്യൽ ഓഫീസറായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അത്തരമുള്ള ആൾക്കാരെ കണ്ടെത്തി ഭക്ഷണ സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കാനുള്ള വലിയ ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമ്പിൽ വന്നില്ലെങ്കിലും വീട്ടിനകത്ത് ഒറ്റപ്പെട്ടു പോയ, പ്രത്യേകിച്ച് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒട്ടേറെ കുന്നുകളുണ്ട്, അവിടെയെല്ലാം ഒറ്റപ്പെട്ടു പോയ ആൾക്കാർ, അതോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളികൾ, ആദിവാസികൾ, ഇടത്തരം കർഷകർ, അവരെല്ലാം പണിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുകയാണ്. അവർക്കെല്ലാം ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള മാനേജ്മെന്റ് നടത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കമ്മിറ്റികൾ ഉണ്ടാക്കി ആൾക്കാരെല്ലാം കണ്ടെത്തി വില്ലേജ് ഓഫീസറുകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ അരിയും അത്യാവശ്യ സാധനങ്ങളും എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നല്ലപോലെയുള്ള സഹായങ്ങൾ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമെല്ലാം വലിയ രീതിയിലുള്ള സഹായമാണ് വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ ചെന്നൈയിൽ തീർച്ചയായും വയനാടിന് ഒരു കൈത്താങ് ആവശ്യമുണ്ട്. വയനാട് അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കേണ്ടതും സഹായം വയനാട് അർഹിക്കുന്നതുമാണ്. ഇപ്പോൾ ആറന്മുളയിൽ നിന്ന് അവിടുത്തെ സ്ഥിതിവിശേഷം നമ്മളോട് പറയാൻ ഒരു വ്യക്തിയുണ്ട്. പറഞ്ഞോളൂ, ആറന്മുള ഐക്കരയിൽ നിന്നാണ് വിളിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താണ് അവിടെ പ്രശ്നം? ആറന്മുള ഐക്കര ജംഗ്ഷനിൽ ഒരു ഫ്ലാറ്റില് 10-30 പേര് കുടുങ്ങിക്കിടപ്പുണ്ട്. ഒരു നില മൊത്തത്തിൽ വെള്ളത്തിലായി. കുട്ടികളും ഒക്കെ അടക്കം 10-30 പേരോളം ഉണ്ട്. അവർ 2ാം നിലയിലായിട്ടിരിക്കുക. അവരെ അവിടെ നിന്ന് ആ കുടുംബങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ജില്ലാ ഭരണകൂടമോ ജനപ്രതിനിധികളോ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ആരും ചെന്നിട്ടില്ല. ഇവര് കളക്ടറെ അടക്കം എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആരും ചെന്നിട്ടില്ല. എയർപോർട്ടിനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അവര് പറയുന്നതേ. ഐക്യരാ ജംഗ്ഷൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് എതിർവശം. ഇത് എന്തായാലും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ആറന്മുളയിൽ ഐക്കരയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സമീപത്ത്, ആ ജംഗ്ഷന് സമീപത്ത് ഒരു ഫ്ലാറ്റ്, അതിൻ്റെ താഴത്തെ നില മുങ്ങിയ നിലയിൽ ഇപ്പോഴുണ്ട്. അവിടെയുള്ള ആളുകളെ പുറത്തേക്ക് മാറ്റുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ചെയ്യാൻ വേണ്ടിയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഞങ്ങൾ അധികൃതരെ ഈ കാര്യം എന്തായാലും അറിയിക്കാം. പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തെ നിശ്ചയമായും ഈ കാര്യം അറിയിക്കാം. നമ്മൾ വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ അഭിലാഷ്, നമ്മളിപ്പോൾ തീർച്ചയായും ഒരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കുക തന്നെയാണ്. അപ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊരു ചോദ്യത്തിന് ഉത്തരമുണ്ടോ? നമ്മൾ ചില വർഷങ്ങളിൽ അതിവർഷത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രത്തോളം വന്നിട്ടില്ല. നിരന്തരം 2 മാസത്തോളമായി ഇത്ര അധികം മഴ പെയ്യുക, 70% കവിഞ്ഞ് ഇപ്പോൾ ഈ മൺസൂൺ അവസാനിക്കുമ്പോഴേക്ക് അത് 100% വർധനയാവും. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ഇരട്ടി മഴ കിട്ടുക എന്നുള്ളത് അസാധാരണമായ ഒരു സാഹചര്യമാണല്ലോ. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ അതായത് നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയും കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെ ഭാഗം അല്ലെങ്കിൽ ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യത്യാസങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് നമ്മുടെ വാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. എക്സ്ട്രീമായിട്ടുള്ള, കാരണം 2015-16 കേരളത്തെ സംബന്ധിച്ച് കഠിനമായ വരൾച്ചയിലൂടെ കടന്നുപോയ വർഷങ്ങളാണ്. അതിനുശേഷമാണ് നമ്മളിപ്പോൾ അതിഭയങ്കരമായ അതിവർഷം, അതായത് വെള്ളപ്പൊക്കത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ അതിതീവ്രമായ സംഭവങ്ങളാണ് ഇവ രണ്ടും. അത് 2 എൻഡിലാണെന്നുള്ളത് മാത്രമാണ്. അപ്പം ഇതിനെ നിയന്ത്രിക്കുന്ന, അതായത് നമുക്ക് മഴ പെയ്യാൻ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ നമ്മുടെ അറബിക്കടലിൽ നിന്നും ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ കിഴക്കൻ തീരത്ത് ഒരു ന്യൂനമർദ്ദമുണ്ട്. അത് ചെറിയ ന്യൂനമർദ്ദമായിരുന്നു, അത് ഡിപ്രഷൻ ആകാറായതേ ഉള്ളൂ. അപ്പോൾ അത് കരയിലേക്ക് കയറിയിട്ടുണ്ട്. ആ ന്യൂനമർദ്ദമാണ് ഇപ്പോൾ നമ്മുടെ പടിഞ്ഞാറൻ കാറ്റിനെ, അതും നമ്മുടെ പശ്ചിമഘട്ടത്തിന് ലംബമായിട്ടാണ് നമ്മുടെ പടിഞ്ഞാറൻ കാറ്റിനെ ഇത് വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം അറബിക്കടലിൽ നിന്നും ഈ കാറ്റ് കൂടുന്നതിനനുസരിച്ച് താപനില മാത്രമല്ല ബാഷ്പീകരണ തോത് വർദ്ധിപ്പിക്കുന്നത്. കാറ്റ് കൂടിക്കഴിഞ്ഞാലും നമ്മുടെ കടലിലെ, അതും താഴത്തെ കാറ്റാണ് കൂടുന്നത്. കടലിനോട് അടുത്ത് കിടക്കുന്ന കാറ്റിൻ്റെ വേഗത കൂടുന്നതിനനുസരിച്ച്
നമ്മൾക്ക് ബാഷ്പീകരണത്തിന്റെ തോത് കൂടും. അതോടൊപ്പം തന്നെ കൂടുതൽ നീരാവി ബാഷ്പീകരിക്കപ്പെടും. ഈ ബാഷ്പീകരിക്കപ്പെടുന്ന നീരാവി മൊത്തവും ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ തങ്ങി നിന്നാൽ മാത്രമേ അത് വീണ്ടും ബാഷ്പീകരണത്തെ തടഞ്ഞു നിർത്തുകയുള്ളൂ. അപ്പോൾ ഈ ബാഷ്പീകരിക്കുന്ന നീരാവി അടങ്ങിയ വായു ഈ വലിയ ശക്തമായ കാറ്റ് നമ്മുടെ പശ്ചിമഘട്ടത്തിലേക്ക് വലിച്ചുകൊണ്ടുവരികയാണ്, ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. അതവിടെ അതായത് അതിന് പറയുന്ന പേര് മോയ്സ്ചർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ മോയ്സ്ചർ ഫ്ലക്സ് എന്ന് പറയും. അപ്പം ഈ കാറ്റ് വീണ്ടും ഈ കാറ്റ് തന്നെ കൂടുതൽ നീരാവിയെ ബാഷ്പീകരിക്കുന്നു, അത് വീണ്ടും നമ്മുടെ ഭാഗത്തേക്ക് അടുക്കുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 2 മാസമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ആ ഒരു പ്രക്രിയ ഏതാണ്? ഈ കാറ്റിൻ്റെ ശക്തി കൂടുതലാണ്. അത് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇടുക്കിയും അല്ലെങ്കിൽ വയനാടും മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിനേക്കാട്ടിലും വലിയൊരു ദുരന്തം അനുഭവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ തീരപ്രദേശത്തുണ്ട്. എനിക്കത് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മളത് നേരിട്ട് ഡീൽ ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടുത്തെ കാറ്റെന്ന് പറയുന്നത്, അതായത് ഒരു 15 നോട്ടിക്കൽ മൈൽ വരെ പോയി മീൻ പിടിക്കുന്ന തൊഴിലാളികൾ വളരെ ബുദ്ധിമുട്ടിൽ നിറഞ്ഞ സാഹചര്യത്തിലാണ്. കാരണം ഈ ഒരു മൺസൂൺ കാലം അവരോട് ചോദിച്ചു, അവർക്കാണ് ഗ്രൗണ്ട് റിയാലിറ്റി കറക്റ്റായിട്ട് അറിയാവുന്നത്. അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു വർഷത്തെ കാറ്റിൻ്റെ വേഗത അത് ഭീകരമായിരുന്നു. അതായത് എല്ലാ ദിവസവും അവർ ഏകദേശം 35-40 ഈ കാലയളവിൽ ഈ ഒരു ആഴ്ച ഏകദേശം 50 കിലോമീറ്റർ സ്പീഡിൽ വരെ പോകുന്ന കാറ്റാണ് അവർ. കാരണം ആർക്കും കടലിൽ പോകാൻ പറ്റുന്നില്ല, മത്സ്യബന്ധനം നടത്താൻ പറ്റുന്നില്ല, അവരുടെ ജീവിതവും കഷ്ടപ്പാടിലാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് നമ്മൾ വിസ്മരിച്ചുകൂടാ. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ തീവ്രത, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായിട്ടുള്ള നമ്മുടെ ഈ സ്ഥിതി കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ്. അതോടൊപ്പം തന്നെ മഴയുടെ വിതരണത്തിലും അതിന്റെ തീവ്രതയിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അപ്പൊ അതെല്ലാം ഇതിന്റെ ഫാക്ടേഴ്സാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾക്ക് പരമ്പരാഗതമായിട്ട് നമുക്ക് കുറെ ജലനിർഗമന മാർഗങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഒരു 2 വർഷം നമ്മൾ അടുപ്പിച്ച് ഒരു വരൾച്ചയെ നേരിട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ കേരളം, അത് പക്ഷേ ആ രീതിയിൽ തന്നെ ഡിസ്കഷനും ഉണ്ടായിരുന്നു, നമ്മുടെ കേരളം ഒരു മരുഭൂമിയിലേക്ക് നീങ്ങുകയാണ്, നമുക്ക് മഴയൊക്കെ കുറഞ്ഞു പോയി, ഇനിയും നമ്മൾ മഴയെ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് ആ രീതിയിലുള്ള ഭൂവിനിയോഗം. കാരണം നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കുറെ ജലനിർഗമന മാർഗങ്ങളുണ്ട്. അതിന് പറയുന്നത് ഫ്ലഡ് പാത്ത്, അതായത് ഈ മഴവെള്ളം ഒഴിച്ചു പോകുന്ന പാതകളുണ്ട്. അതുപോലെ തന്നെ ഈ മഴവെള്ളം ഒലിച്ചു വന്ന് കിടക്കുന്ന ഒരു ബഫർ സോൺ എന്ന് പറയുന്ന ഒരു ഫ്ലഡ് പ്ലെയിൻസും ഉണ്ട്. അപ്പൊ ഈ 2 സാധനങ്ങളും നമ്മളുടെ എന്താ പറയുന്നത്, ഈ അശാസ്ത്രീയമായ ലാൻഡ് യൂസ് പാറ്റേൺ കൊണ്ട്, നമ്മുടെ ഭൂവിനിയോഗത്തിന്റെ അശാസ്ത്രീയമായ ഭൂവിനിയോഗം കൊണ്ട് ഈ 2ലും വളരെയധികം വ്യത്യാസം വന്നു. നമ്മുടെ ഫ്ലഡ് പ്ലെയിനുകൾക്കും വ്യത്യാസം വന്നു, നമ്മുടെ ഫ്ലഡ് പാത്തിനും വ്യത്യാസം വന്നു. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ മഴ മാത്രമല്ല ഈ ഫ്ലഡിനെ നിയന്ത്രിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതിനെ അങ്ങനെ കൂടി വിശദീകരിക്കാം. ഒന്ന്, അധിക മഴ പെയ്തു, അതേസമയം വെള്ളം ഒഴുകിപ്പോകാനുള്ള ജലനിർഗമന മാർഗങ്ങൾ പലതും രൂപാന്തരം വന്ന തലത്തിലായിരുന്നു. പലയിടത്തും കയ്യേറ്റങ്ങളുണ്ടായി, അതുകൊണ്ടാണ് വെള്ളക്കെട്ടിത്തര രൂക്ഷമായത്. ഞാൻ അംഗീകരിക്കുന്നു. അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീധർ, നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഇവരെ ഇനി പുനരധിവസിപ്പിക്കുമെന്നുള്ളതാണല്ലോ. എറണാകുളം ജില്ലയിൽ മാത്രം 32,000 പേരാണ് ക്യാമ്പുകളിൽ, ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ ആ നിലയ്ക്ക്. അതായത് ഇപ്പോൾ അഭയാർത്ഥികൾ എന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് അവരുടെ വസ്തുവകകൾ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. അവരെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളത് ഒന്ന് സമയമെടുക്കുന്ന കാര്യമാണ്. അവരുടെ ജീവിതം പുനർനിർമ്മിക്കുക എന്നുള്ളത് സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യവുമാണല്ലോ. കേരളത്തെ പുനർനിർമ്മിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു വരുന്ന 2-3 വർഷത്തെയെങ്കിലും ഒരു പ്രധാനപ്പെട്ട ടാസ്ക് ആയിരിക്കില്ലേ ഭരണകൂടത്തിന്? സംശയമൊന്നുമില്ല. ഇതുപോലൊരു ഒരു പ്രകൃതിക്ഷോഭം ഒരു മനുഷ്യനിർമ്മിത ഡിസാസ്റ്ററായി മാറിയ വേറൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടായിരിക്കും ഇത്ര വലുതായിട്ട് അങ്ങോളം ഇങ്ങോളം കേരളത്തെ ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരുത്തൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വലിയ തരത്തിൽ, അതായത് ഈ വളരെ ഉദാത്തമായ തരത്തിൽ തന്നെ ഈ തിരുത്തലിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അതിന് ഞാനത് അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞ ഒരുപാട് ചർച്ചയുണ്ടല്ലോ, ഉണ്ടായിട്ടുള്ള തെറ്റുകളെ ആവർത്തിക്കാത്ത തരത്തിൽ ഇപ്പോൾ നേരത്തെയുള്ള ചർച്ചകളിലൊക്കെ പറയുന്നുണ്ട് ഇനി ഒരുപാട് പൈസ കിട്ടാനുണ്ട്, പൈസ കിട്ടിയാൽ മാത്രമേ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിൻ്റെ കൂടെ
ടെക്നിക്കലായിട്ടും നമ്മളുടെ പരിസ്ഥിതിയെ കണ്ടുകൊണ്ടും നമ്മുടെ വികസനം ഇപ്പോൾ മാറ്റി പാർപ്പിക്കുന്ന ഒരു വീട് മാറ്റി പാർപ്പിക്കുന്നത് വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതുണ്ട്. കാരണം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. ഒരു ഡിസാസ്റ്റർ ആവർത്തിക്കാത്ത രീതിയിൽ ഈ ക്ലൈമറ്റിൻ്റെ സാധ്യതകളെയൊക്കെ ഇനിയും വരാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സിനെയൊക്കെ കണ്ടുകൊണ്ട് തന്നെ ആ റീഹാബിലിറ്റേഷൻ ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് നമ്മളുടെ ശ്രദ്ധ വേണ്ടത്. കണ്ണുമടച്ച് വെറുതെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, എല്ലാവരെയും വേറെ എവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കുക, ഇപ്പോൾ ഒരു വയലിൻ്റെ പ്രദേശത്ത് നിന്ന് വേറൊരു വയലിൻ്റെ പ്രദേശത്തേക്ക് മാറ്റുക, പുഴയുടെ തീരത്ത് നിന്ന് എടുത്തിട്ട് കുന്നിൻ്റെ മുകളിൽ വീഴാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവയ്ക്കുക, അങ്ങനെ ചെയ്യരുത്. ശ്രദ്ധാപൂർവം ചെയ്യണം. അതിന് ഒരു ഏകോപനം വളരെ ആവശ്യമാണ്. അതെങ്ങനെ ഏകോപിപ്പിക്കുക എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉണ്ട്, എൻവയൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതെല്ലാം പലതായിട്ട് കിടക്കുകയാണ്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതെല്ലാം തന്നെ ഒരു സെക്രട്ടറിയുടെ കീഴില്ല. PH കുര്യൻ എന്ന് പറയുന്ന ഒരു സെക്രട്ടറിയുടെ കീഴില്ല. അദ്ദേഹമാണെങ്കിൽ പരിസ്ഥിതിയിലും ഇപ്പോൾ നെൽവയലുകൾ നികത്തണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, കുന്നുകൾ ഇടിച്ച് ക്വാറി ചെയ്താലും കുഴപ്പമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ചീഫ് സെക്രട്ടറി ആണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് തന്നെ ഇല്ലയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനിത് എടുത്തു പറയാൻ കാരണം അവരുടെയൊക്കെ മനസ്സുകളിൽ ഇന്നെങ്കിലും ഒരു മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കം ഇപ്പോൾ പരിസ്ഥിതി വിരുദ്ധത, പരിസ്ഥിതിക്കാരെ അത്രമാത്രം ശരിയായി കളയെന്നൊക്കെ പറയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതൊക്കെ തിരുത്തപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പരിസ്ഥിതിക്കാരല്ല ഇതിനകത്ത് ശത്രുക്കൾ. ഇന്ന് പരിസ്ഥിതി തന്നെ പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇനി ജീവിക്കണമെങ്കിൽ ഈ പുനരുദ്ധാരണം, പുനർജീവനം, റീഹാബിലിറ്റേഷൻ, റെമഡിയേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം നടത്തേണ്ടതാണ്. അതിന് വളരെ സെൻസിറ്റീവായിട്ടുള്ള, ഇതിനോട് മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കഴിവ് കൊണ്ടും സെൻസിറ്റീവായിട്ടുള്ളവർ ഈ തരത്തിലുള്ള റീഹാബിലിറ്റേഷൻ്റെ ചാർജ് ഉണ്ടാവണം ആദ്യം. അതിനുശേഷം നമുക്കിപ്പോൾ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അതൊരു ഉദാഹരണമാണ് ഈ ഫ്ലഡ് ലൈൻസ് എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണമാണ് ക്വാറി ഉള്ള ഇടങ്ങളിൽ ഇപ്പോൾ ഇക്കോ സെൻസിറ്റീവ് സോൺസ് ഉണ്ട്. 3 തിരിച്ച് നമുക്ക് ഇക്കോ സെൻസിറ്റീവ് സോൺസ് ഉണ്ടാക്കണമെന്ന് WGEEP റിപ്പോർട്ടിൽ പറഞ്ഞെങ്കിലും എന്താ ചെയ്തിട്ടുള്ളത്? ആ റിപ്പോർട്ടോടെയാണ് നമ്മൾ തള്ളിക്കളയുന്നത്. ഏറ്റവും അവസാനം ഇപ്പോൾ വരാൻ പോകുന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ പുറത്തുള്ള നോട്ടിഫിക്കേഷനിൽ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നറിയാമോ? നമ്മൾ ആ മലപ്രദേശങ്ങളിലൊക്കെ, നമ്മുടെ വെസ്റ്റേൺ ഘാട്സിലൊക്കെ എല്ലാ ഗൈഡ് ലൈൻസും സർക്കാരിൻ്റെ അധീനതയിലുള്ള ഭൂമികളിൽ നമ്മൾ 123 പഞ്ചായത്തുകളിൽ അത് നോക്കിക്കൊള്ളാം. പക്ഷേ സ്വകാര്യ ഭൂമികളിൽ നമ്മൾക്ക് ഒരു നിയമവും ബാധകമാക്കരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാ പാർട്ടികളും കൂടെ പോയിട്ട്. ഇത്തരത്തിലുള്ളൊരു ഡിസാസ്റ്ററിൻ്റെ നല്ലൊരു ഫോർമുലയാണ് അങ്ങനെ. കാരണം അത് നടപ്പാക്കിയെന്ന് വെച്ചോളൂ, ഇതിൻ്റെ 10 ഡിസാസ്റ്ററായി നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇനി കേരളത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ട രീതിയിലുള്ള നമ്മളുടെ ക്ലൈമറ്റിനെയും നമ്മളുടെ വരാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള ഫ്ലഡ്സിനെയും റെയിൻസിനെയും ഒക്കെ കണ്ടുകൊണ്ട് ഉള്ള ഒരു വികസനത്തിൻ്റെ മനസ്സ് മുകളിൽ നിന്ന് തീർച്ചയായും നമ്മുടെ വികസനത്തിന്റെ പ്രയോറിറ്റികൾ മാറ്റാൻ സമയമായി എന്ന സൂചന നിശ്ചയമായും ഈ പ്രളയവും ഈ പ്രതിസന്ധിയും നമുക്ക് നൽകുന്നുണ്ട്. അപ്പോഴും ഡോക്ടർ അഭിലാഷ്, ശരി, അതിവർഷമുണ്ടായി, അതുകൊണ്ട് അധികമായി വന്ന പ്രളയജലം കൃത്യമായ നിർഗമന മാർഗങ്ങളുടെ അഭാവത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു എന്ന് നമുക്ക് സാമാന്യമായി വിലയിരുത്താം. അപ്പോഴും ഈ അതിവർഷം എന്നുള്ള കാര്യം ഉണ്ടായിട്ടുണ്ടല്ലോ, അത് നിസ്സാരമായ കാര്യത്തിലുമല്ല. 20%-മോ 30%-മോ കൂടുതലല്ല, തുടർച്ചയായി ഒരു 45 ദിവസം നിരന്തരമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സൈക്ലോണുകളുടെ ഒരു ചെയിൻ തന്നെ ഉണ്ടായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ കാലാവസ്ഥയെ സംബന്ധിച്ച് അങ്ങനെ ഈ ഡിപ്രഷനുകളുടെയോ സൈക്ലോണുകളുടെയോ ഒരു ചാക്രികത, അതിൻ്റെ നൈരന്തര്യം അടുത്തടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്തടുത്ത ആഴ്ചകളിൽ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് അസാധാരണമാണല്ലോ. അതെന്തുകൊണ്ട് എന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പഠിച്ചില്ലേ? അല്ല, ഇങ്ങനെ സീരിയലായിട്ട് വരുന്ന അത് അഭിലാഷ് സൂചിപ്പിച്ചത് എനിക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ ഒരു നവംബർ മാസം തൊട്ട്, കഴിഞ്ഞ ഓഖി വന്ന ഒരു കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന കാലാവസ്ഥാ സംഭവങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ സീസണൽ ഫാക്ടേഴ്സ്, അതിപ്പം സൈക്ലോൺ ഉണ്ടാകാൻ കാരണമായ ഒരു ഘടകമായിരിക്കത്തില്ല ഈ മൺസൂണിനെ ശക്തിപ്പെടുത്തുന്നത്. അപ്പം ഓരോ സമയത്തും സീസണലായിട്ടുള്ള ആ ഒരു ഫേവറബിൾ കണ്ടീഷൻ തന്നെ വ്യത്യാസമാണ്. അപ്പം അന്ന് സൈക്ലോൺ ഉണ്ടായി, അതുപോലെ തന്നെ മാർച്ച് മാസത്തിൽ മറ്റൊരു ഡിപ്രഷൻ വന്ന് എല്ലാവരും പേടിപ്പിച്ച് പുലി വരുന്നതെന്ന് പറഞ്ഞു, അത് അടിച്ചില്ല. അപ്പം
അത് രണ്ടും ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടതാണ്. അപ്പം അതിനും കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധമുണ്ട്, സമുദ്രത്തിൻ്റെ ഉപരിതല താപനില കൂടുന്നതുമായിട്ട് ബന്ധമുണ്ട്, അത് സൈക്ലോണുകളെ കൂട്ടും എന്നുള്ള സ്റ്റഡീസുമുണ്ട്. അതാണ് ഒരു നിഗമനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സമുദ്രത്തിലെ താപനില കൂടുന്നത് മൺസൂണെയും ബാധിക്കുന്നുണ്ട്. മൺസൂണിനെ പലതരത്തിലത് ബാധിക്കും. മൺസൂണിൻ്റെ അതുപോലെ വ്യതിയാനങ്ങൾ, അതായത് കാറ്റിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, കാറ്റിൻ്റെ വിതരണത്തെ ഈ കൂടുതലും സമുദ്ര ഉപരിതലത്തിലെ താപനിലയിലുള്ള വ്യത്യാസമാണ് സ്വാധീനിക്കുന്നത്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. അതാണ് മൺസൂണെ ഡ്രൈവ് ചെയ്യുന്നത്. കാരണം ഒരു SST ഗ്രേഡിയൻ്റ് എന്ന് പറയും, അതായത് സമുദ്രങ്ങളിലെ താപനിലകൾ തമ്മിലുള്ള വ്യത്യാസം, ആ ഗ്രേഡിയൻ്റ് ആണ് വിൻഡിനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രേഡിയൻറ്റിൽ വ്യത്യാസം ഉണ്ടാകുന്നതിനനുസരിച്ച് വിൻഡിലും വ്യത്യാസമുണ്ടാകും. അതിനനുസരിച്ച് നമ്മുടെ വിൻഡ് ഗ്രേഡിയൻ്റ് കൂടിയാൽ, അതായത് ഡിഫറൻസ് കൂടുന്നതിനനുസരിച്ച്, പ്രഷർ ഡിഫറൻസ് ആണ് കാറ്റായിട്ട് നമ്മൾ കാണുന്നത്. ആ പ്രഷർ ഡിഫറൻസ് കൂടിക്കഴിഞ്ഞാൽ കാറ്റിൻ്റെ ശക്തി കൂടും. അപ്പം ആ പ്രഷർ ഡിഫറൻസിൻ്റെ മാറ്റർ ആയിട്ടുള്ളത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ ഡിഫറൻസ് കൂടും, അതിൻ്റെ ഗ്രേഡിയൻറ്റ് കൂടും, കാറ്റ് വലുതായിട്ട് കൂടും. അപ്പോൾ അതാണ് മൺസൂണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. നമ്മൾ ഇനിയുള്ള നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞു, ഓഖി വന്നപ്പം വിചാരിച്ചു, കാരണം നമ്മുടെ ഒരു ഇത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര കാലാവസ്ഥ, ഓഖിയുടെ കാര്യം വിടും. ഓഖി ചിലപ്പോൾ നമ്മൾ ഡീപ്പ് ഡിപ്രഷൻ ആകുമെന്ന് പറഞ്ഞു, അതായത് പുലിക്കുട്ടിയാ വരുന്നതെന്ന് പറഞ്ഞു, പുലി വരുന്നെന്ന് പറയാൻ പറ്റാഞ്ഞുകൊണ്ട് നമ്മൾക്ക് അതുകൊണ്ടുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും മനസ്സിലാകും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഈ ജൂൺ മാസത്തിൽ, അതായത് ഈ മൺസൂൺ കാലയളവിൽ ഏത് തരത്തിലുള്ള ഫോർകാസ്റ്റ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ സംസ്ഥാന അതിൻ്റെ ചുമതലയുള്ളവരും ഈ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ അനുസരിച്ച് അവരും അതിനെ നമ്മുടെ പ്രാദേശികമായ ഭാഷയിൽ അതിനെ വിപുലീകരിച്ചും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ, ഈ മുന്നറിയിപ്പുകളൊക്കെ, ഇത് നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ചയിലും ചർച്ച ചെയ്തപ്പം 2 ദിവസം മുമ്പ് നികേഷുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് ഒന്ന് ബ്രേക്ക് ഇടണം, 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇവരെ വീട്ടിൽ കൊണ്ടുവിടാവൂന്ന്. അതൊക്കെ നമ്മൾ പറയുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ പ്രകാരമാണ്. അപ്പൊ ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അത് ദുരന്ത നിവാരണ അതോറിറ്റി അവരുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതും പരിഹരിക്കേണ്ടതുമാണ്. നമ്മുടെ ശ്രദ്ധ അടിയന്തരമായി പതിയേണ്ടതാണ്. വികസനത്തിൻ്റെ മുൻഗണനാക്രമം നിശ്ചയിക്കുമ്പോൾ പരിസ്ഥിതിയെ കൂടി പരിഗണിക്കണം എന്നുള്ള കാര്യം നിശ്ചയമായും ഇത് ഒരു ചൂണ്ടുപലകയോ പാഠമോ ആയി എടുത്തുകൊണ്ട് അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത അഭിലാഷ് ശ്രീധർ, ഒപ്പം ശ്രീ VP സജീന്ദ്രൻ MLA, CK ശശീന്ദ്രൻ MLA തുടങ്ങിയവർക്കും. ഇപ്പോൾ ആറന്മുളയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ചില ആളുകളെ അവർ രക്ഷയ്ക്ക് അഭ്യർത്ഥിക്കുന്നത് കേൾക്കാം. ഞങ്ങൾ ഇടപ്പവർ വിലോത്തുമുക്കിനാണ്, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ ഇവിടെ കുടുങ്ങി കിടക്കുക. ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് വെള്ളമായി, ഇനിയിപ്പോ സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറാൻ തുടങ്ങുക, സ്റ്റെയർ ഒക്കെ മുങ്ങാറാ. ഞങ്ങളെ രക്ഷിക്കണേ, എല്ലാരും വിളിച്ചിട്ട് ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ വഴിക്ക് രക്ഷിക്കണേ, പ്രായമായവരും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട്, രക്ഷിക്കണേ. വെള്ളത്തിൽ കുടുങ്ങി കിടക്കുക, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ, രക്ഷിക്കണേ. ഞങ്ങൾ ഇടപ്പവർ വിലോത്തുമുക്കിനാണ്, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ ഇവിടെ കുടുങ്ങി കിടക്കുക. ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് വെള്ളമായി, ഇനിയിപ്പോ സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറാൻ തുടങ്ങുക, സ്റ്റെയർ ഒക്കെ മുങ്ങാറാ. ഞങ്ങളെ രക്ഷിക്കണേ, എല്ലാരും വിളിച്ചിട്ട് ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ വഴിക്ക് രക്ഷിക്കണേ, പ്രായമായവരും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട്, രക്ഷിക്കണേ. വെള്ളത്തിൽ കുടുങ്ങി കിടക്കുക, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ, രക്ഷിക്കണേ. കൃഷ്ണൻകുട്ടി ടെലിഫോൺ. ശ്രീ കൃഷ്ണൻകുട്ടി, നിങ്ങളുടെ അഭ്യർത്ഥന കേട്ടു. ഇത് എവിടെയാണ്, ഏത് സ്ഥലത്താണ്, ഒന്ന് പറയാമോ? ആറന്മുളയിൽ ഒന്നുകൂടി എനിക്ക് വ്യക്തമായില്ല. ആറന്മുളയിൽ ഏത് ഭാഗം? ഓക്കെ, ഇത് ഫ്ലാറ്റ് ആണോ വീടാണോ? വീടാണ്. ആറന്മുള ചടയൻ. ഒന്നുകൂടി ആ സ്ഥലപ്പേര് പറഞ്ഞാൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് സൗകര്യമായിരുന്നു, അധികൃതരുമായി ബന്ധപ്പെടാമായിരുന്നു.
ശ്രീ കൃഷ്ണൻകുട്ടി കേൾക്കാമോ? അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ഈ ടെലിഫോൺ ബന്ധം അവിടെ കുറവായിരിക്കാം. പക്ഷേ ആറന്മുളയിൽ എനിക്ക് സ്ഥലപ്പേര് കൃത്യമായിട്ടില്ല. എന്തായാലും ആറന്മുളയ്ക്ക് പരിസര പ്രദേശത്ത് എവിടെയോ ആണ് ഈ കാര്യം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പത്തനംതിട്ട ജില്ലാ കളക്ടറുടെയും ഒപ്പം അവിടുത്തെ MLAയുടെയും ശ്രദ്ധയിൽ അടിയന്തരമായി ഈ വിഷയം പെടുത്താം. അതിനുശേഷം ഭരണകൂടത്തിന് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയം ആറന്മുളയ്ക്ക് പരിസര പ്രദേശത്താണ് എന്ന് മനസ്സിലായി. ഇത് എന്തായാലും ജില്ലാ കളക്ടറുടെയും MLAയുടെയും ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ഇവർക്ക് ഉറപ്പു നൽകുന്നു. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.